മന്ത്രിയും INL നേതാവുമായ അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്കെന്ന് സൂചന. അഹമ്മദ് ദേവർകോവിലിനെ ലീഗിലെത്തിക്കാൻ പ്രാഥമിക ചർച്ച നടന്നതായാണ് വിവരം. എന്നാൽ ലീഗിലേക്ക് പോകുമെന്ന പ്രചാരണം അഹമ്മദ് ദേവർകോവിൽ തള്ളി. INL വിമതരുടെ കുപ്രചാരണമാണിതെന്ന് ദേവർകോവിൽ പ്രതികരിച്ചു. PMA സലാമുമായി അഹമ്മദ് ദേവർകോവിൽ ചർച്ച നടത്തിയെന്നും KM ഷാജിയാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയതെന്നുമാണ് റിപ്പോർട്ട്. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ തുടരണമെന്ന ഉപാധി അഹമ്മദ് ദേവർകോവിൽ മുന്നോട്ട് വെച്ചതായാണ് വിവരം. മുസ്ലിം ലീഗ് സമസ്ത തർക്കത്തിൽ അഹമ്മദ് ദേവർകോവിൽ സ്വീകരിച്ച നിലപാട് നല്ല സൂചനയാണെന്ന് KM ഷാജി പ്രതികരിച്ചിരുന്നു. അതേസമയം മുസ്ലിം ലീഗ് നേതാക്കളുമായി ചർച്ച നടന്നിട്ടില്ലെന്നും INLും താനും ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. സമസ്ത വിഷയത്തിൽ താൻ നടത്തിയ പ്രതികരണം ചിലർ തെറ്റിദ്ധരിച്ചതാകാമെന്നും ലീഗും INL വിമതരും ചേർന്നുണ്ടാക്കുന്ന അഭ്യൂഹമാണിതെല്ലാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു കാലത്തും ലീഗുമായി അത്തരം ഒരു ചർച്ചയോ അല്ലെങ്കിൽ അത്തരം ഒരു ബന്ധം സ്ഥാപിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ രാഷ്ട്രീയ നിലപാടുകളനുസരിച്ച് സംസ്ഥാനത്തായാലും ദേശീയ തലത്തിലായാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം തന്നെ നിലനിൽക്കണം എന്ന ശക്തമായ നിലപാടുള്ള ആളാണ്. ചർച്ച നടന്നുവെന്ന് ലീഗ് നേതാക്കൾ തുറന്ന് സമ്മതിച്ചിട്ടില്ല. എന്നാൽ ദേവർകോവിലിനെ അവർ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു. അത് അങ്ങനെ ഒരു ചർച്ച നടന്നതായിട്ട് അറിയില്ല. മുസ്ലിം ലീഗിന് പൊതുവായിട്ട് പറയാനുള്ള ഒരു കാര്യം, മുസ്ലിം ലീഗ് ഒരു ജനാധിപത്യ മതേതര പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗ് എപ്പോഴും അതിൻ്റെ ജനകീയ അടിത്തറ കൂട്ടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന സംഘടനയാണ്. ആ നിലയിൽ അദ്ദേഹം വരാനുള്ള നീക്കമുണ്ടെങ്കിൽ സ്വാഗതാർഹം. അത്രേ അതിനെപ്പറ്റി പറയാനുള്ളൂ. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലേക്ക് അതിൻ്റെ നയങ്ങളും പരിപാടികളുമായിട്ട് യോജിക്കാൻ കഴിയുന്ന ആളുകൾ വരികയാണെങ്കിൽ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുക മാത്രമാണ് ചെയ്യുക. INLിനെ അഹമ്മദ് ദേവർകോവിൽ പിളർത്തിയത് ലീഗ് അജണ്ടയുടെ ഭാഗമാണെന്ന് INL വിമത വിഭാഗം ആരോപിച്ചു. അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചത് ലീഗും സമസ്തയും തമ്മിലുള്ള ഇത്രയും കാലമുള്ള രാഷ്ട്രീയ ബന്ധം നിലനിൽക്കണം, ഇടതുപക്ഷ വിരുദ്ധമായി ലീഗിൻ്റെ ചട്ടുകമായി സമസ്ത മാറണം, അതിനെതിരെ നിൽക്കുന്ന ഇടതുപക്ഷത്തുള്ള രാഷ്ട്രീയ കക്ഷികൾ ഛിദ്രശക്തികളാണ് എന്നാണ്. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇത് ലീഗിൻ്റെ അജണ്ടയാണ്. ഇടതുമുന്നണിയിൽ ചേർന്ന INLനെ ദുർബലപ്പെടുത്താൻ ദേവർകോവിലിനെ അടർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് ലീഗ് നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ചർച്ചയിൽ PMA സലാം അനുകൂല പ്രതികരണമല്ല പ്രകടിപ്പിച്ചത്. റിപ്പോർട്ടർ, കോഴിക്കോട്.